അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ഡയറക്ടർ അഹമ്മദിൻ്റെ ആണ്. സെക്കൻഡ് സീസണാണ്. ഞാൻ എന്ത് പറഞ്ഞാൽ സസ്പെൻസ് പൊളിഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് ഫസ്റ്റ് സീസണുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഐ മീൻ ഈവൻ ദോ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ സ്റ്റോറി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഫസ്റ്റ് സീസൺ കാണാത്തവർ ഫ്രഷ് ആയിട്ട് സെക്കൻഡ് സീസൺ കാണുവാണെങ്കിൽ നമ്മുടെ OTT-യിലാണ് നമ്മളെല്ലാവരും കണ്ടത്. അതൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ അതും തിയേറ്ററിൽ കണ്ടായിരുന്നു. അതിൻ്റെ പ്രിവ്യൂ ഫസ്റ്റ് 3 എപ്പിസോഡ്സ് നമ്മൾ തിയേറ്ററിൽ കണ്ടായിരുന്നു. റിഗാർഡ്ലെസ് ഓഫ് നമ്മളിത് തിയേറ്ററിലാണോ OTT TV-യിലാണോ കാണുന്നതിനേക്കാളും ഇതിൻ്റെ സ്റ്റോറി, ഇതിൻ്റെ കഥ, ഇത് പോകുന്ന പേസ്, അത് നമുക്ക് റിഗാർഡ്ലെസ് ഓഫ് എവിടെ കണ്ടാലും അത് വർക്കാവും. ഒരു CPO അമ്പിളി രാജുവിനെ തിരഞ്ഞുള്ള ഒരു യാത്ര അല്ലാതെ ഒരുപാട് സപ്ലോട്ടുകളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവർ പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു വലിയ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ട്. ഒരു സ്റ്റോറി ഒരു തോട്ട് മാത്രമല്ല, പലരുടെയും സ്റ്റോറീസ് ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലെയറിങ്, പിന്നെ കിഷ്കിൻ്റെ കണ്ടത്തിൻ്റെ ബാബുൽ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ആ ലെയറിങ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ, ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഉണ്ട്. എല്ലാവരുടെയും വർക്ക് ഗംഭീരമായിട്ടുണ്ട്. ആക്ടേഴ്സും ഭയങ്കര നന്നായിട്ടുണ്ട്. ലോട്ട് ഓഫ് മൈ ഫ്രണ്ട്സ് ഹാവ് വർക്ക് ടുഗദർ. പക്ഷേ ഫ്രണ്ട്സ് വർക്ക് ചെയ്തുകൊണ്ട് പാർഷ്യലായിട്ട് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്. പ്ലീസ് ഡു വാച്ച് ഇറ്റ് ഓൺ ഹോട്ട്സ്റ്റാർ. താങ്ക് യു സോ മച്ച്.